ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പാതിരാത്രിയിൽ സുജു കൺമണിയെ കാണാനായി കൺമണിയുടെ വീട്ടിലേക്ക് വരികയാണ്. മോഹനെതിരെ നീക്കങ്ങൾ എന്തെങ്കിലും സാഗറും കൃഷും നടത്താൻ ഒരുങ്ങുകയാണെങ്കിൽ അത് തടയാൻ മോളെ കൺമണി, നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ, ഞങ്ങൾക്ക് പോലും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നീ എന്തും ചിന്തിച്ചിട്ട് വേണം ചെയ്യാനെന്ന് കൺമണിയോട് സുജു അങ്ങനെ പറയാണ്. കൺമണി അപ്പോൾ സുജുവിനോട് പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, കൃപയുടെ കാര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടാവും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ക്രിഷ് സാറിനോട് പോലും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം എനിക്കറിയാം ഈ കാര്യങ്ങളുടെ ഗൗരവം എന്നങ്ങനെ കൺമണി പറയാണ്. സങ്കടപ്പെട്ടുകൊണ്ട് സുജു അപ്പൊ പറയുന്നുണ്ട്, മോളെ ഇതിൽ നിന്നും ഇനി തലയൂരാൻ നമുക്ക് കഴിയില്ല, ഇനിയിപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാന്ന് വിചാരിച്ചാൽ തന്നെ എനിക്കെൻ്റെ മോള് കൃപയെ ബലി കൊടുക്കേണ്ടി വരും, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നങ്ങനെ സുജു പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, എനിക്ക് ഈ കാര്യത്തിന്റെ ഗൗരവം അറിയുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ആരോടും പറയില്ല, നമുക്ക് കൃപയാണ് വലുത്, അമ്മ സമാധാനത്തോടെ പോയെന്ന് കൺമണി അങ്ങനെ പറയാണ്. സുജു അപ്പോൾ ശരി മോളെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്, അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സുജു പോവുകയാണ്. സുജു പോയതും ശ്രീനിവാസൻ അകത്തേക്ക് വന്ന് കൺമണിയോട് എന്താണ് ഈ രാത്രിയിൽ സുജു വന്നതിന്റെ കാരണമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ കൺമണി ശ്രീനിവാസനോട് കള്ളം പറയുകയാണ്. അച്ഛ, കൃപ ഒരു കോഴ്സിന് ചേരണമെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അമ്മ വന്നതെന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ ശ്രീനിവാസന് മനസ്സിലാവുന്നുണ്ട് കൺമണി കള്ളം പറയാണെന്ന്. മോളെ, നീ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാവും, പക്ഷേ നിനക്കത് എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നീ പറയണമെന്നില്ല. സുജാത നിന്റെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ അവരോട് നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നീ ഇപ്പം എന്നോട് തുറന്നു പറയാത്തത്, അതിൽ അച്ഛന് വിഷമൊന്നുമില്ല എന്നും പറഞ്ഞ് ശ്രീനിവാസൻ പുറത്തേക്ക് പോവാൻ നിൽക്കുന്നതും കൺമണി ശ്രീനിവാസനോട് പറയുന്നുണ്ട്, അച്ഛാ, അമ്മ ഇപ്പം എന്നെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാണ്, അത് എനിക്ക് അച്ഛനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് അച്ഛനോട് ഇപ്പോഴൊന്നും തുറന്നു പറയാൻ കഴിയാത്തത്, അച്ഛനോട് ക്ഷമിക്കണമെന്ന് കൺമണി അങ്ങനെ പറയാണ്. ശ്രീനിവാസനാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കൃഷിയാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവ്ജി അപ്പോൾ 2 കോഫി ഇട്ടുകൊണ്ടുവന്ന് ഒരെണ്ണം കൃഷിന് കൊടുക്കുകയാണ്. കൃഷിനോട് എന്നിട്ട് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. കൃഷി അപ്പ പറയുന്നുണ്ട്, ദേവ് സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛന് എത്രത്തോളം ബാധ്യതയുണ്ട് എന്ന് ചോദിക്കുകയാണ്. ദേവ്ജി അപ്പ പറയുന്നുണ്ട്, സാഗറിന്റെ ഇപ്പോഴത്തെ ബാധ്യത കണക്കാക്കിയാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇപ്പോഴത്തെ സാഗറിന്റെ മാനസികാവസ്ഥയിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനാവില്ല എന്ന് ദേവ്ജി അങ്ങനെ പറയുകയാണ്. കൃഷി അപ്പോൾ ഒരു പോംവഴി ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ് സാർ, ഞാൻ വേറൊരു മാർഗം ആലോചിക്കുകയാണ്, ഏട്ടനെ കുറിച്ചാണ്. ഏട്ടൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് വേറെ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല, അമ്മയെ പോലും വിളിച്ചിട്ടില്ല, എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ ഇവിടെ നിന്നും പോയത്. അപ്പൊ പിന്നെ അച്ഛന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അത് ഡീല് ചെയ്യില്ലേ, ഇത് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ എന്തായാലും ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. ഇതുവരെ ഒരു രീതിയിലും ഏട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോ സോഷ്യൽ മീഡിയ വഴി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയായിരുന്നു, ഏട്ടൻ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ കഴിയും, ഇതിനുള്ള സോഴ്സ് എല്ലാം ഏട്ടന്റെ കയ്യിലുണ്ടെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, കൃഷ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നീ എന്ത് കാര്യം ചെയ്യുന്നതിനു മുന്നേയും അച്ഛനോട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ് എന്നങ്ങനെ ദേവ്ജി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, വേണ്ട ദേവ് സാർ, ഏട്ടൻ ആദ്യം നേരിട്ട് വരട്ടെ, എല്ലാ പ്രശ്നങ്ങളും ഏട്ടൻ നേരിട്ട് അറിയട്ടെ, അതാണ് നല്ലത്, പിന്നെ ഏട്ടൻ വരുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഏട്ടന്റെ കുടുംബത്തേക്കും ഏട്ടന്റെ അച്ഛനമ്മയെയും കാണാനാണ് വരുന്നത്, എന്നായാലും അവരും കുടുംബവും ഒന്നാവേണ്ടതല്ലേ എന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, എന്തായാലും കൃഷി പറഞ്ഞ ഈ കാര്യത്തിന് ഞാനൊരു അഭിപ്രായം പറയില്ല, കാരണം നാളെ ബലരാമനെ കൊണ്ടുവന്നത് ഞാൻ കൂടി അറിഞ്ഞിട്ടാണെന്ന് സാഗർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദേവ് സാർ എന്നോട് ഇതിനു മുന്നേ പറഞ്ഞില്ല എന്ന് സാഗർ ചോദിക്കും, അതുകൊണ്ട് എനിക്കിതിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് ദേവ്ജി അങ്ങനെ പറയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, ദേവ് സാർ എന്തായാലും ഇതൊന്നും അറിഞ്ഞതായി അച്ഛന്റെ മുന്നിൽ ഭാവിക്കണ്ട, ഞാൻ എൻ്റെ ഒരു തീരുമാനം പറഞ്ഞേ ഉള്ളൂ, ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെ എങ്ങോട്ടേക്കും തിരിച്ചു പോവാൻ അനുവദിക്കരുത്, അമ്മ പിന്നെ എന്തായാലും ഏട്ടനെ വിടാൻ സമ്മതിക്കില്ല, ഏട്ടൻ നാട്ടിലെത്തിയാൽ എന്തായാലും എന്നെ കാണാൻ വരും, അത്രത്തോളം അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ട് എന്നെല്ലാം കൃഷി അങ്ങനെ ദേവ്ജിയോട് പറയാണ്. അപ്പോഴാണ് കൺമണി കൃഷിനെ ഫോണിൽ വിളിക്കുന്നത്. കൃഷി വേഗം പോയി ആരാണെന്ന് ഫോണിൽ നോക്കുകയാണ്. എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട്, എങ്കിൽ ദേവ് സാർ പോയി കിടന്നോളൂ, കൺമണിയാണ് വിളിക്കുന്നതെന്ന് പറയാണ്. ദേവ്ജി അപ്പൊ കൃഷിനോട് പറയുന്നുണ്ട്, ശരി, ഞാൻ പോയിക്കോളാം, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നു നോക്കും, അപ്പോൾ നീ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നത് കാണരുത്,
പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞ് ദേവ്ജി അങ്ങനെ കൃഷിനൊരു ചെറിയ താക്കീത് കൊടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ പറ്റുമെന്ന് ദേവ്ജിക്ക് പോലും വിശ്വാസമില്ല. എൻ്റെ അച്ഛൻ എനിക്ക് എപ്പോഴും ഹീറോ ആണ്. എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. മനസ്സ് പിടിവിട്ടു പോവുകയാണ് എന്നെല്ലാം കൃഷ് തൻ്റെ സങ്കടം അങ്ങനെ കൺമണിയോട് പറയാണ്. കൺമണി അപ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ എനിക്കും എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല സാർ. എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് എന്നങ്ങനെ കൺമണി പറയാണ്. കൃഷ് അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരേ സങ്കടത്തിലാണല്ലോ. ഞാൻ ആ സങ്കടം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, അവിടുത്തെ അവസ്ഥ എന്താണ്, അമ്മായിമാരുടെ അവസ്ഥ എന്താണെന്ന് കൃഷ് അങ്ങനെ ചോദിക്കുകയാണ്. കൺമണി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വന്ന സമയത്ത് അമ്മായിമാര് ആകെ സങ്കടത്തിലായിരുന്നു. ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരോട് സംസാരിച്ച് എല്ലാം പറഞ്ഞു തീർത്തു എന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ താൻ കിടന്നോ? ഉറക്കം വരുമോ എന്നറിയില്ല, പക്ഷെ നല്ല ക്ഷീണമുണ്ട്. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കൺമണിയെ മാത്രമല്ലേ വിളിക്കാനുള്ളൂ, ഞാൻ എന്തായാലും വിളിക്കാം. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കൃഷി അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ്. പിറ്റേ ദിവസം രാവിലെ സാഗർ വക്കീലിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്താനായി പറയുകയാണ്. അങ്ങനെ വക്കീല് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് സാഗർ അങ്ങനെ വക്കീലിനോട് സംസാരിക്കുകയാണ്. അവര് സംസാരിക്കുന്നിടത്ത് എന്താണ് കാര്യമെന്നറിയാതെ കൃപയും സുജുവും ആന്റിയുമയും അങ്ങനെ നിൽക്കുന്നുണ്ട്. സാഗർ എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട്, പ്രമോദ് ലിഗയ്ക്ക് വായ്പ തന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം അത് തിരികെ ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി ഒരു നിയമ നടപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെനിക്കൊരു നോട്ടീസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് തനിക്ക് അയച്ചു തരാം. താൻ അതൊന്ന് പഠിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. വേറെ ടെൻഷനൊന്നുമില്ല, താനിപ്പോൾ പോയിക്കോളൂ എന്ന് സാഗർ അങ്ങനെ പറയാണ്. ആ വക്കീൽ അപ്പം തന്നെ പോകുന്നുണ്ട്. കൃപ അപ്പോൾ സാഗറിനോട് പോയി ചോദിക്കുന്നുണ്ട്, അച്ഛാ അവരങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ടെറസിന്റെ മേലെ പോയി കിടന്ന് നക്ഷത്രക്കാലുകൾ എണ്ണിയിരിക്കാം, അല്ലാതെ വേറൊരു വഴിയുമില്ല എന്നങ്ങനെ സങ്കടത്തോടെ സാഗർ അങ്ങനെ പറയാണ്. സാഗറിന്റെ ടെൻഷനും വെപ്രാളവും കണ്ട് സുജു ചോദിക്കുന്നുണ്ട്, സാഗറിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന്. സാഗർ അപ്പൊ പറയുന്നുണ്ട്, അസ്വസ്ഥതയുണ്ട്, പക്ഷേ ശാരീരികമായിട്ട് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നും സുജുവിനോട് പറഞ്ഞ് കൃപയുടെ അടുത്ത് പോയി സാഗർ പറയുന്നുണ്ട്, മോളെ ഇനി ചിലപ്പോ ഇവിടെ കാണാൻ പോകുന്നത് സുഖമില്ലാത്ത കാഴ്ചകളായിരിക്കും. അതൊക്കെ നേരിടാമെന്നല്ലാതെ വേറൊരു മാർഗവും അച്ഛന്റെ മുന്നിലില്ല എന്നും പറഞ്ഞ് സാഗർ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് മാനസയെയും ജയമോഹനെയും കാണാൻ വരുൺ വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്കാണ് പോകുന്നതെന്നും വരുൺ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്നൊക്കെ ജയമോഹനും മാനസിയും അങ്ങനെ വരുണിനോട് പറയാണ്. വരുൺ അപ്പൊ പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും, പക്ഷേ കൺമണിയെ എനിക്ക് തന്നെ വേണം. കുറെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ കൺമണിയെ എനിക്കെന്തോ വളരെ ഇഷ്ടമാണ്. അവളെ എനിക്ക് തന്നെ കിട്ടണമെന്ന് വരുൺ അങ്ങനെ പറയുമ്പോൾ മാനസിയും ജയമോഹനും അതെന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ സാഗറിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. സാഗർ എന്തായാലും കുടുംബത്തെ മറന്ന് ഇനിയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അലിക സാഗറിന് ഞങ്ങൾക്ക് വിട്ടുതരേണ്ടി വരും. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെയായിരിക്കുമെന്ന് ജയമോഹനും മാനസിയും അങ്ങനെ വരുണിനോട് പറയാണ്. പിന്നീട് സാഗറിന്റെ അവസ്ഥ ആലോചിച്ച് ആന്റിയമ്മയും സുജുവും കൃപയും അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാഗർ താഴേക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത്. ജയമോഹനും മാനസയും എങ്ങനെയെങ്കിലും എന്നെ തകർക്കാനായി നോക്കുകയാണ്. കീഴടങ്ങി കൊടുക്കണോ എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാൻ എന്തായാലും അവരെ കണ്ടോളാം എന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. സുജു അപ്പോൾ സാഗറിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, സാഗർ നിങ്ങളിപ്പോ ജയമോഹനെ കാണാനാണോ പോകുന്നത്? ഞാൻ മുന്നേ പറഞ്ഞതാണ് അവർക്കെതിരെ സാഗർ ഒന്നും ചെയ്യാൻ പോവരുത് എന്ന് സുജു പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, അതെന്താണ് നീ അങ്ങനെ പറയാൻ കാരണം? അതെനിക്കറിയണമെന്ന് സാഗർ അങ്ങനെ പറയാണ്. സുജു അപ്പൊ പറയുന്നുണ്ട്, എന്താണ് കാരണമെന്ന് പറയാൻ എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട് എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരുടെ മുന്നിൽ ഇപ്പോഴും പേടിച്ചു നിൽക്കുന്നത്? ഞാൻ അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണമെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? അവര് നിങ്ങൾക്ക് മുന്നിൽ വെച്ച ഭീഷണി എന്താണ്? ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ചിന്തയാണ്. ചോദിച്ചാൽ അതിനുത്തരവുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പറ്റിയത്? ഞാൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് സാഗർ അങ്ങനെ ആന്റിയമ്മയോടും സുജുവിനോടും പൊട്ടിത്തെറിക്കുകയാണ്. കൃപ അപ്പോ സാഗറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വീണ്ടും സാഗർ തന്റെ സങ്കടങ്ങൾ അങ്ങനെ ആന്റിയമ്മയോടും സുജുവിനോടും ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കൃപയും ആന്റിയമ്മയെയും സുജുവിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത്?
പറഞ്ഞത് ഇനിയും എന്തിനാണ് അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? അച്ഛൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെ രണ്ടുപേരെയും ഇപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് പറ. മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃപ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ആരോടും ഒന്നും തുറന്നു പറയാനാവാതെ സുജുവും ആന്റിയമ്മയുമാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് എല്ലാ കുത്തുവാക്കുകളും കേട്ട് സങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.